ഉപയോഗിക്കാൻ എടുക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ് i20 ഡീസൽ കേട്ടോ. നമ്മൾ ശരിക്കും ഒരു പൊതുവെ ഒരു ചെറിയ കച്ചവടക്കാരൊന്നും അങ്ങനെ പിന്നെ സ്വന്തമായിട്ട് ശരിക്കും വണ്ടി സ്വന്തമായിട്ട് നമ്മൾ പേരിലൊരു വണ്ടി ഉണ്ടാവില്ല. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ അങ്ങനെ കുറച്ച് കൊണ്ടു നടക്കും, അങ്ങനെ പോളീസൊക്കെ ചെയ്ത് പിന്നെ വർക്കൊക്കെ ചെയ്യുന്ന യാർഡിൽ നിർത്തും, വേറെ വണ്ടി എടുക്കും, അങ്ങനെയുള്ള സംവിധാനം കാരണം മിക്കവാറും കച്ചവടക്കാർക്ക് അങ്ങനെ കേട്ടോ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് 2013 മോഡൽ i20 ഹീറ പ്ലസ് ആണ്. AC പവർ സ്റ്റാരിങ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, റിമോട്ട് എല്ലാ സംവിധാനം ഈ വാഹനത്തിനുണ്ട് കേട്ടോ. ഈ വാഹനത്തിൻ്റെ ബോഡിയൊക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലെ ബോഡിയാണ് കേട്ടോ. ഒരു മേജർ ആക്സിഡൻറ്റോ അങ്ങനെ വലിയൊരു ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വാഹനത്തിന് നടന്നിട്ടില്ല. ബോഡി ലൈനൊക്കെ പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ ഭാഗം പറയുകയാണെങ്കിൽ 1,83,000 കിലോമീറ്ററാണ് ഈ എഞ്ചിൻ ഓടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു നോയ്സോ കാര്യങ്ങളോ പിന്നെ ഇപ്പോൾ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ പുതിയ സീറ്റ് കവർ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഡാഷ്, ഡോർ പേഡൊന്നും അങ്ങനെ വലിയൊരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ നിലവിൽ ഈ വാഹനത്തിൽ ഓട്ടോമാറ്റിക് AC ഒക്കെ വരുന്നുണ്ട് ഈ വാഹനത്തിന്. ഇനിയിപ്പോൾ ടയർ ഭാഗം പറയുകയാണെങ്കിൽ അപ്പോളോൻ്റെ പുതിയ 4 പുതുപുത്തൻ ടയറാണ് ഈ വാഹനത്തിന് നിലവിലുള്ളത്. അപ്പോൾ ഇത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കട്ടോ. നമ്മൾ ആ വീഡിയോസും ചാനലും നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യണേ. ഫിനാൻസ് ഒരു 2 ലക്ഷം രൂപ വരെ നമുക്ക് ഇത് ഫിനാൻസ് ലഭിക്കും. ഒരു 25,000 രൂപ ഉണ്ടെങ്കിൽ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനം ഇറക്കാൻ കഴിയും. ഒരു ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഒക്കെ അടക്കുകയാണെങ്കിൽ നമുക്കിത് അങ്ങനെ ഇറക്കട്ടോ. ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ ആരെങ്കിലും ഡീസൽ വാഹനം നല്ല മൈലേജുള്ള വാഹനം തരുന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ് കേട്ടോ അത്.